12 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെയും 16 സെൻറ്റിമീറ്റർ നീളമുള്ള ചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തുല്യം. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? നമുക്കൊരു സമചതുരമുണ്ട്, അതിൻ്റെ വശം 12. ഒരു ചതുരമുണ്ട്, അതിൻ്റെ നീളം 16. ഇവയുടെ പെരിമീറ്റേഴ്സ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാണേണ്ടത്? രണ്ടിൻ്റെയും ഏരിയ കണ്ടിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പം നമുക്ക് ഇതിൽ പറയേണ്ടത് രണ്ടിൻ്റെയും ചുറ്റളവ് തുല്യമാണ് അല്ലേ? സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തുല്യം. അപ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ ചുറ്റളവ് സമം സമചതുരത്തിൻ്റെ ചുറ്റളവ്, ചതുരത്തിൻ്റെ ചുറ്റളവ് സമം സമചതുരത്തിൻ്റെ ചുറ്റളവ്. ചതുരത്തിൻ്റെ ചുറ്റളവ് സൂത്രവാക്യം 2 × നീളം പ്ലസ് വീതി. ചതുരത്തിൻ്റെ ചുറ്റളവ് 2 × നീളം പ്ലസ് വീതി സമം സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 × വശം. സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 × വശം. വില കൊടുക്കുക 2 × ഈ നീളം നമുക്ക് തന്നത് 16 ആണ്. അപ്പോൾ 2 × 16 പ്ലസ് വീതി അറിയില്ല സമം 4 × വശം. ഏതിൻ്റെ? സമചതുരത്തിൻ്റെ വശം എത്രയാണ്? 12. അപ്പോൾ ഇത് നമുക്ക് 2 × 16 പ്ലസ് വീതി എന്നാണ് സമം 4 × 12. ഇതിൽ ഈ × 2 അങ്ങോട്ട് കൊണ്ടുപോവുക. × 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /2 ആവും. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? 16 പ്ലസ് വീതി സമം ഈ 4 × 12 എത്ര? 48. 4 × 12 48. പിന്നെ × 2 കൂടി വന്നു /2 സമം 24. അപ്പോൾ 16 പ്ലസ് വീതി സമം 24. അപ്പോൾ വീതി എങ്ങനെ കാണുക? 24 - 16. ഈ പോസിറ്റീവ് 16 അങ്ങോട്ട് എടുത്തു -16. അപ്പോൾ വീതി സമം 24 - 16 കുറച്ച് കഴിഞ്ഞാൽ 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചതുരത്തിൻ്റെ വീതി കിട്ടി. ഇനി നമ്മൾ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. ചതുരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം നീളം × വീതി. നീളം നമ്മുടെ ചോദ്യത്തിലുണ്ട്, എത്രയാണ്? 16 ആണ്. 16 × വീതി നമുക്കിപ്പോൾ കിട്ടി 8. 16 × 8 128 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ചതുരത്തിൻ്റെ പരപ്പളവ്. ഇതുപോലെ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. സമചതുരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം വശം സ്ക്വയർ ആണ്. സമചതുരത്തിൻ്റെ വശം എത്രയാണ്? ചോദ്യത്തിലുണ്ട് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 12 സ്ക്വയർ 12 × 12 144. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഏരിയ കിട്ടി. ഇത് തമ്മിൽ കുറയ്ക്കാനാണ് പറയണത് ചോദ്യത്തിൽ. അപ്പോൾ പരപ്പളവുകളുടെ വ്യത്യാസം കുറയ്ക്കുക. 144 128 കുറച്ച ഉത്തരം 16 സെൻറ്റിമീറ്റർ സ്ക്വയർ.